ലേഖനത്തിന്റെ അവസാന എപ്പിസോഡ് അല്ലെങ്കിൽ അവസാന ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 5 മാസമായി നമ്മൾ ഈ ലേഖനം പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ അത് ദൈവം അനുവദിച്ചാൽ ഇന്ന് നമ്മൾ ക്ലാസ് തീർക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 12-ാം അധ്യായത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയിരുന്നത്. 12-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആദ്യം, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴും ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ ഇവിടെ ലേഖകൻ ഒരു മുന്നറിയിപ്പോടു കൂടെയാണ് ഈ പാസേജ്, ഈ ഭാഗം ആരംഭിക്കുന്നത്. മോശ എന്ന് പറയുന്ന വ്യക്തി, ആ നേതാവ്, അദ്ദേഹം ഭൂമിയിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കൊണ്ടുവന്നൊരു മനുഷ്യനാണ്, മനുഷ്യർക്ക് കൊടുത്തൊരു മനുഷ്യനാണ്. മോശ ആയിട്ട് കൊടുത്തതല്ല, മോശ ദൈവം എന്താണോ പറഞ്ഞത് അത് മാത്രം പറഞ്ഞതാണ്. ദൈവത്തിന്റെ ഒരു ഒരു മൗത്ത് പീസ് ആയിട്ട് നിന്ന മനുഷ്യനാണ് മോശ. അങ്ങനെ പറഞ്ഞ വചനങ്ങൾ ലംഘിച്ച മനുഷ്യർക്ക് ദൈവത്തിന്റെ ശിക്ഷയെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ മറ്റൊരു വശത്ത് നോക്കുമ്പോൾ യേശു ക്രിസ്തു അവിടുന്ന് വചനം തന്നെയാകുന്നു, അല്ലെ? യോഹന്നാൻ 1 പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, യേശു കർത്താവിനെ ലോഗോസ് ആയിട്ട് പറയുകയാണ്. അദ്ദേഹം മോശയെ പോലെ ദൈവത്തിന്റെ ശബ്ദം ട്രാൻസ്മിറ്റ് ചെയ്ത ഒരാളല്ല. യേശു തന്നെയാണ് ദൈവത്തിന്റെ വചനം, യേശു തന്നെയാണ് ദൈവശബ്ദം. അങ്ങനെയാണെങ്കിൽ മോശ എന്ന് പറഞ്ഞ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ വാക്ക് അനുസരിക്കാതെ പോയ ജനത്തിന് ശിക്ഷ വന്നെങ്കിൽ, ആ പൂർണ്ണതയല്ലാത്ത സന്ദേശം അനുസരിക്കാതെ പോയവർക്ക് ശിക്ഷ വന്നെങ്കിൽ, യേശു ക്രിസ്തു എന്ന പൂർണ്ണ സുവിശേഷം, പൂർണ്ണ വെളിപ്പാടിനെ കേട്ടിട്ട് അനുസരിക്കാതെ പോകുന്നവർക്ക് എത്രയധികം ശിക്ഷ വരും എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെ ഭൂമിയെ ഒരിക്കൽ ഇളക്കി എന്ന് നമ്മൾ വായിച്ചു. അത് പറയുന്നത് ഈ ന്യായപ്രമാണം കൊടുത്തപ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് സീനായി പർവ്വതം പുക കൊണ്ട് മൂടി, കർത്താവ് യഹോവ തീയിൽ ഇറങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്. ആ പർവ്വതം മുഴുവൻ ശക്തമായി കുലുങ്ങി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ അതിനെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലെ വാക്കുകളാണ് 26-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കും എന്ന് പറയുന്നത് ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന കോട്ടാണ്, അതിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതാണ്. ഈ ഭൂമി മാറിപ്പോകേണ്ടതുണ്ട്. ഒരു പുതിയ ഒരു 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 യുഗം തുറക്കാൻ പോകുകയാണ്, ആരംഭിക്കാൻ പോകുകയാണ്. എന്തെല്ലാം അന്നുണ്ടാകുമെന്ന് പറയാനായിട്ട് കഴിയില്ല. ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം, അല്ലെ, പുതിയ ആകാശം വരും, പുതിയ ഭൂമി വരും. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം അടിഞ്ഞു പോകും, എല്ലാം ഇളകിപ്പോകും. ഇളകിപ്പോകാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളും ഇളകിപ്പോകും. എന്നാൽ ഇളകിപ്പോകാത്ത ഒരു രാജ്യം ഇറങ്ങി വരും.
ഹല്ലേലൂയ. നാം സ്തോത്രം. ആ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണമെന്ന് ഇവിടെ ലേഖകൻ പറയുകയാണ്. അപ്പോ ദൈവത്തോടൊരു മനുഷ്യൻ സത്യവാനായിരുന്നാൽ അവൻ ഈ ഭൂമിയിലെല്ലാം നേടും. ഐ മീൻ, ഭൂമിയിലെല്ലാം നേടുമെന്ന് പറയുമ്പോൾ സാമ്പത്തിക നന്മയല്ല, അവനെല്ലാം നേടും. നമുക്കറിയാം, വയലിൽ നിധി ഉണ്ടെന്ന് കണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി വാങ്ങിച്ചു. ഒരുവൻ ആ വയൽ വാങ്ങി. പുറമേ നിന്ന് നോക്കുന്ന മനുഷ്യർക്ക് അതൊരു മണ്ടത്തരമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ചിലത് നേടി, പ്രഷ്യസ് ആയിട്ടുള്ളത് നേടി. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, ഈ ഇളകിപ്പോകുന്ന ഭൂമിയും ഇളകിപ്പോകുന്ന കാര്യങ്ങളും നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവമക്കൾ എന്ന നിലയിൽ ഇളകിപ്പോകാത്തൊരു രാജ്യം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നാമോ സ്വർഗീയ പൗരന്മാർ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് കൊണ്ട് കൂടുതലായിട്ട് പിന്നെ അതിലേക്ക് പറയുന്നില്ല. Our God is a consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കൃപാവനായ കരുണാമയനായ കർത്താവാണെങ്കിലും കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത്. ഇളകാത്ത രാജ്യം പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം? നന്ദിയുള്ളവരാകണം. ഭക്തിയോടും ഭയത്തോടും കൂടെ നാം സേവ ചെയ്യണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കേവലം 24 വാക്യങ്ങൾ മാത്രമേ ഈ അധ്യായത്തിനുള്ളൂ. അതിന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങൾ 1-2 കാര്യങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഈ ബൈബിൾ ചില വാക്യങ്ങളിൽ കോട്ടിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോസ്ട്രോഫിയൊക്കെ ഇട്ട് കോട്ടിലായിരിക്കും എഴുതുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത് വേറെ എവിടെ നിന്നോ എടുത്തിട്ടുള്ളതാണെന്നാണ്. ഇത് ലേഖകന്റെ വാക്കുകളല്ല, ഇത് ബൈബിളിൽ തന്നെ എവിടെ നിന്നോ എടുത്തൊരു കോട്ടാണെന്നാണ്. അതുപോലെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. കണ്ടോ, അവിടെ ഒരു കൊട്ടേഷനിലാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് മറ്റൊരിടത്ത് നിന്ന്, ബൈബിളിലെ മറ്റൊരു ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇനി മുതൽ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രം. 5 കാര്യങ്ങളെ കുറിച്ചാണ്, 5 എസെൻഷ്യൽ ക്വാളിറ്റീസ്, ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന 5 ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഇതുവരെയും തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രായോഗിക ജീവിതം നയിക്കേണ്ടത് എന്ന് ഇവിടെ എബ്രായ ലേഖകൻ ഈ 13-ാം അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്. 5 കാര്യങ്ങൾ. 1 സഹോദരപ്രീതി, 2 അതിഥി സൽക്കാരം, 3 ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സിമ്പതി എന്നാണ്. സിമ്പതി ഉള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം. 4 പ്യൂരിറ്റി, ശുദ്ധിയുള്ളവരായിരിക്കണം. 5 കണ്ടന്റ്മെന്റ്, തൃപ്തിയുള്ളവരായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്രിസ്ത്യാനിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ദൈവസഭയിലെ ദൈവമക്കൾക്ക് വേണ്ടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് സഹോദര പ്രീതി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്.
ഈ പലപ്പോഴും ആദിമ സഭയ്ക്കകത്ത് ഈ സഹോദരപ്രീതിയെ ചലഞ്ച് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ നമ്മൾ ദൈവസഭയ്ക്കകത്ത് ദുരുപദേശം പറയുന്നവരെ തേടി ഇങ്ങനെ വേട്ടയാടി പോകുന്നൊരു സ്വഭാവമുണ്ട്. നമുക്കറിയാം, ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ആം, ഈ ദുരുപദേശം എന്തെങ്കിലും ഒരു വാക്കിനകത്ത് തെറ്റിപ്പോയാൽ, ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിൽ അല്ലെ വാക്യം പറഞ്ഞത് തെറ്റിപ്പോയാൽ തന്നെ വളരെ അക്രമാത്സുകമായിട്ട് അവരെ വേട്ടയാടുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ദുരുപദേശം ദൈവസഭയിൽ അനുവദിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ അങ്ങനെ ആളുകൾ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ദുരുപദേശം ഉണ്ടാവാൻ പാടില്ല, വളരെ സീരിയസ് ആയിട്ട് തങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കണം, സഭ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നാൽ അതിൻ്റെ പുറകിൽ ഒരു അപകടമുള്ളത്, ഇതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും സ്നേഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും അതിനകത്തു നിന്ന് വീണു പോകുന്നു. പരിഹസിക്കാനും പബ്ലിക്കിന്റെ നടുവിൽ അങ്ങനെ പബ്ലിക്കലി വീഡിയോ എടുത്തിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ദുഷിക്കപ്പെടുന്നത് ദൈവനാമമാണ് എന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കണം. രണ്ട്, ഈ ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. അങ്ങനെ വഴുതി പോകുന്നവരോട് ഒരു കരുണയില്ലാതെ ഇടപെടുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ, സഭകളുടെ ഇടയിൽ ഉണ്ട്. അത് പാടില്ല. വിശ്വാസത്തിൽ നിന്ന് വീണുപോയ അല്ലെങ്കിൽ വിശ്വാസം ഇങ്ങനെ ചഞ്ചലിച്ച് നിൽക്കുന്ന ആളുകളോട് കരുണയോടെ ഇടപെടാനായിട്ട് നമുക്ക് കഴിയണം. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനോട് പോലും തിരികെ വന്ന് കർത്താവ് പത്രോസിനെ തിരിച്ചു പിടിക്കുന്നുണ്ട്. നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് പത്രോസിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലൊരു മനോഭാവം നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കർശനമായിട്ട് ഇടപെടാനല്ല അവരോട് ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ, കരുണയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് വചനത്തിനകത്ത് പറയുന്നത്, ആരെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. അപ്പൊ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. വീണ് പോകാതെ ദൈവം കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ അതേ കരുണ നമ്മൾ ആരോട് കാണിക്കണം? അങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, വ്യതിചലിച്ചു പോകുന്ന ആൾക്കാരോടും നമ്മൾ കാണിപ്പാനായിട്ട് ഇടയായിത്തീരണം. അതാണ് ഈ സഹോദര പ്രീതി എന്ന് പറയുന്നത്. സഹോദര പ്രീതി കണ്ടീഷൻ ബേസ്ഡ് അല്ല അത്. രണ്ട്, അതിഥി സൽക്കാരം. ഈ യഹൂദന്മാര് പറഞ്ഞിരുന്ന ഒരു ചൊല്ലുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ഫലം അനുഭവിക്കുന്നതും വരുവാനുള്ള ലോകത്തിൽ തന്റെ കൊമ്പുയർന്നിരിക്കുന്നതുമായ 6 കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ഫലം അനുഭവിക്കുന്നതും വരുവാനുള്ള ലോകത്തിൽ തന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നതുമായ 6 കാര്യങ്ങൾ. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ് യഹൂദന്മാർ പറയുന്നത്, സ്ട്രേഞ്ചേഴ്സിനോട്, ഈ അറിയാത്തവർ, അപരിചിതരായിട്ടുള്ള ആളുകൾ, അവരോട് കാണിക്കുന്ന ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരവും സുഖമില്ലാതിരിക്കുന്ന രോഗികളായിരിക്കുന്നവരെ സന്ദർശിക്കുന്നതുമാണ് ആദ്യത്തേത്. അപ്പോൾ യഹൂദന്മാർ പോലും അങ്ങനെയാണ് പറയുന്നത്. അത് നമ്മുടെ ഈ ഭൂമിയിലും അതിന് നന്മ ഉണ്ടാകും, വരുവാനുള്ള ലോകത്തിലും അതിന് നന്മ ഉണ്ടാകും. ആരോടൊക്കെയാണ്? സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള, അറിയാത്ത, അപരിചിതരായിട്ടുള്ള ആളുകളോട് അതിഥി സൽക്കാരം കാണിക്കുന്നതും അതോടൊപ്പം രോഗികളായി സുഖമില്ലാതിരിക്കുന്നവരെ സന്ദർശിക്കുന്നതും. ഇപ്പൊ നമുക്ക് ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പൊ അടുത്ത് നിൽക്കാൻ പോലും ചില ആൾക്കാരുടെ അടുത്ത് പേടിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറെ അങ്ങ് സെൽഫിഷ് ആകുന്നുണ്ട് നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ. പക്ഷെ കർത്താവ്
നമ്മളെക്കുറിച്ച് പറയുന്നത് ആരെങ്കിലും സുഖമില്ലാതിരുന്നാൽ അവരെയൊക്കെ ഒന്ന് പോയി കാണണമെന്നൊക്കെ തന്നെയാണ് വചനത്തിനകത്ത് നമ്മളോട് പറയുന്നത്, ഓർപ്പിക്കുന്നത്. ഞാൻ സുഖമില്ലാതിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കഴിപ്പാൻ ഭക്ഷിപ്പാൻ തന്നില്ല എന്ന് കർത്താവ് ആ ദിവസം പറയുന്നുണ്ട്. അത് പറയാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ അത് ചെയ്യണം. സ്തോത്രം. അത് നമുക്ക് ലോകത്തിൽ എല്ലായിടത്തും പോയി ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ സഭയിൽ ഒരാൾ വയ്യാതിരിക്കുന്നെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ, കഴിവില്ലാത്ത ആൾ ഊബർ വിളിച്ചു പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ കഴിവുണ്ടെങ്കിൽ ഒരു വാഹനം ഓടിക്കാൻ കഴിയുമെങ്കിൽ, ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, സ്ഥലം അറിയാമെങ്കിൽ ഒന്ന് പോയി കാണുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് ഈ ലേഖനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ഈ ക്രൈസ്തവരുടെ കാലഘട്ടത്തിൽ ഈ ഒത്തിരി അടിമകളുണ്ടായിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് വീടുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ പ്രാസംഗികരായിട്ടുള്ളവർക്കും പ്രവചിക്കുന്നവർക്കും ഒക്കെ പലപ്പോഴും ഒരു റോഡുകളിൽ തന്നെ ആയിരുന്നു. കാര്യം അവരെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര പോകുന്നവരാണ്. അവർക്ക് ഈ പൊതുവായിട്ടുള്ള താമസ സ്ഥലങ്ങളുണ്ട്, പബ്ലിക് ഇൻസ്. നമ്മൾ വഴിയമ്പലം എന്ന് നമ്മൾ പറയുന്ന സ്ഥലം, വഴിയമ്പലം. ഈ വഴിയമ്പലങ്ങളിലൊന്നും അത്ര ക്രിസ്ത്യാനിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല. കാര്യം അത്രയും ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു സ്ഥലം അല്ലായിരുന്നു ഈ വഴിയമ്പലങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ക്രൈസ്തവർ, ആർക്കൊക്കെയാണ്? സ്ലേവ്സിന് വേണ്ടി, അടിമകൾക്ക് വേണ്ടി, പ്രവാചകന്മാർക്ക്, പ്രാസംഗികർക്ക് വേണ്ടിയൊക്കെ തങ്ങളുടെ വീടുകൾ തുറന്നു കൊടുക്കുമായിരുന്നു. ഇവിടെ അറിയാതെ സ്വീകരിച്ചല്ലോ എന്നാണ് പറയുന്നത്, അല്ലേ? അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. പറയുന്നത് ആരെക്കുറിച്ചാണ് നമുക്ക് നന്നായിട്ട് അറിയാം, ഇനി അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല. പറയുന്നത് അബ്രഹാമും സാറയും കുറിച്ചാണ്. അവര് അതിഥി സൽക്കാരം ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പോകുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിനോടും സാറയോടും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറയുന്നുണ്ട്. ഇനി മനോഹ ഇതുപോലെ ദൈവത്തിന്റെ ദൂതൻ മനോഹയെ കാണുമ്പോൾ അവിടെ പറയുന്ന ഒരു മകൻ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഈ അതിഥി സൽക്കാരത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കഴിയും. സ്തോത്രം. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്തത് ആദിമ കാലഘട്ടത്തിലെ ദൈവസഭയാണ്. പലപ്പോഴും നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പേഴ്സിക്യൂഷൻ കാരണം, പീഡനം കാരണം ക്രൈസ്തവർ ആദിമ കാലഘട്ടത്തിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കടമുണ്ടെങ്കിൽ കാരാഗ്രഹത്തിലാകാം. കാര്യം നമ്മുടെ ക്രൈസ്തവർ ആദിമ കാലഘട്ടത്തിൽ കടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമുക്ക് അറിയാം, അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എല്ലാവരും തങ്ങളുടെ വസ്തുവകകൾ എന്ത് ചെയ്തു? പൊതുവായിട്ട് എണ്ണി എല്ലാവരും അത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവരിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുള്ള ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ലെന്ന് കാണുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടാകാമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകും തോറും കടങ്ങളൊക്കെ കൂടാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ പലരും ജയിലിലാകുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അവിടെ എല്ലാം ക്രൈസ്തവർ വളരെ മാതൃകാപരമായിട്ട് പണമെല്ലാം സമ്പാദിച്ച്, പണമെല്ലാം പിരിച്ച് ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ പുറത്തിറക്കാൻ, അടിമകളെ, ക്യാപ്റ്റീവ്സിനെ, കാരാഗ്രഹത്തിൽ താമസിക്കുന്നവരെ എല്ലാം പുറത്തിറക്കാനായിട്ട് ക്രൈസ്തവർ ഒരുമിച്ച് കൂടി പണം പിരിക്കുക, സാമ്പത്തിക പിരിവൊക്കെ നടത്തിയിരുന്നു. നമ്മുടെയൊക്കെ പിരിവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും കൺവെൻഷൻ നടത്താനാണ്. നോർത്ത് ഇന്ത്യയിൽ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ കിടക്കുമ്പോഴും നമ്മുടെ ദൈവസഭകളുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും 1 കോടി രൂപയൊക്കെ മുടക്കി നല്ലൊരു കൺവെൻഷൻ നടത്തണം. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. എന്നാൽ ആദിമ കാലഘട്ടത്തിലെ ദൈവസഭ ചെയ്തത്, അവർ കൺവെൻഷൻ നടത്താൻ കാശ് പിരിച്ചില്ല. അവർ കാശ് പിരിച്ചത് ജയിലിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ, കടക്കണിയിൽപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ, കഷ്ടം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായിട്ട് നിൽക്കാൻ ദൈവസഭ മുന്നിട്ടിറങ്ങി. എന്നാൽ ഇന്ന് അത് കാണാൻ കഴിയുന്നില്ല.
ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സഭകളിൽ, പ്രത്യേകിച്ച് നാടുകളിലെ സഭകളിൽ അതിന്റെ പിരിവ് ഇവിടെ നടക്കാറുണ്ട്. കൺവെൻഷൻ വരുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റും കൊടുക്കേണ്ട എമൗണ്ട് ഉണ്ട്. ഓരോ എമൗണ്ട് ഓരോ ചർച്ചിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ചർച്ചിന്റെ പാസ്റ്ററിന് കുമ്പനാട് പ്രസംഗിക്കാൻ അവസരമുണ്ട്, അല്ലെ പുനലൂര് പ്രസംഗിക്കാൻ, മുളക്കടയിൽ പ്രസംഗിക്കാൻ അവസരമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാശ് കൂടുതൽ കൊടുത്തു. എന്നാൽ ആ സഭയിലെ അംഗമായ എത്രയോ പെൺകുട്ടികളുടെ വിവാഹം കഴിയാതെ നിൽക്കുന്നു. എത്രയോ മാതാപിതാക്കൾ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ കാശില്ലാത്തത് കൊണ്ട് പ്രയാസത്തിൽ ഞെരുങ്ങുന്നു. എത്രയോ ദൈവമക്കൾ കയറിക്കിടക്കാൻ ഭവനമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ കൺവെൻഷൻ മഹാമഹങ്ങൾ നടത്തുകയാണ്. എന്തിനാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ആള് കളിക്കാൻ, ഫോട്ടോ പേജിൽ വരാൻ. ഇത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് വചനത്തെ വിശ്വസിക്കുന്ന, വചനം മാത്രം സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞ് സ്വയം പ്രശംസിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം സ്വയപരിശോധനയ്ക്ക് തയ്യാറാകണം. കഷ്ടം അനുഭവിക്കുന്നവർക്ക് കരുണ കാണിക്കാൻ ഞാൻ കൺവെൻഷൻ നടത്തുന്നതിനെതിരല്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ സഭകളിൽ താമസിക്കുന്ന പ്രിയമുള്ളവരുടെ എല്ലാം കഷ്ടപ്പാട് മാറിയതിന് ശേഷം അധികം കാശുണ്ടെങ്കിൽ കൺവെൻഷൻ നടത്തിക്കോ, കുഴപ്പമില്ല. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ മലയാളി ദൈവദാസന്മാർ ഉൾപ്പെടെ പലരെയും ജയിലിൽ പിടിച്ചിടുമ്പോൾ നമ്മളുടെ ആ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും സ്വയപരിശോധനയ്ക്ക് ആഗോള ബെന്തക്കോസ്ത് ദൈവസഭ പരിശോധനയ്ക്ക് തയ്യാറാകണം. സിമ്പതി ഫോർ സഫറിങ്, എവിടെ ആ മൂല്യം? 4, പ്യൂരിറ്റി, വിശുദ്ധി. ഈ വിവാഹം എന്ന് പറയുന്നത് വചനത്തിനകത്ത് ഇപ്പൊ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. 4-ാമത്തെ വാക്യം, എല്ലാവർക്കും മാന്യം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. ഈ ആ കാലഘട്ടത്തിലെ ജനങ്ങളിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ 2 രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ വിവാഹം അശുദ്ധമാണെന്ന് പറഞ്ഞ് വിവാഹത്തെ ത്യജിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സന്യാസിത്വം സ്വീകരിക്കുന്നവർ, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ക്രൈസ്തവ സഭയിൽ ആദ്യകാലങ്ങളിൽ. അവരൊക്കെ മരത്തിന്റെ മുകളിൽ പോയി തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അവർ പോയിരിക്കുന്ന സന്യാസിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ കൃത്യമായിട്ട് ലേഖകൻ പറയുന്നത് വിവാഹം മാന്യമാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് അധാർമികതയിലേക്ക് വീണുപോകുന്നവരുണ്ടായിരുന്നു, അശുദ്ധിയിലേക്ക് വീണുപോകുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത് വിവാഹം മാന്യം, അത് 1-ാമത്തെ കൂട്ടരോട്. 2, കിടക്ക നിർമ്മലം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അധാർമികതയിലേക്ക് പോകുന്ന വിവാഹേതര വിവാഹപൂർവ്വ ബന്ധങ്ങളിലേക്ക് പോകുന്നവരോട് ലേഖകൻ പറയുകയാണ് കിടക്ക മാന്യമായിരിക്കണം, അശുദ്ധി പാടില്ല. ക്രിസ്ത്യാനികളുടെ ആ കാലഘട്ടത്തിലെ ഗുണം എന്താണെന്ന് അറിയാമോ? ഈ പ്ലിനി എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ട് ബിഥൂനിയയിലെ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കർത്തൃദിവസത്തിലെ യോഗത്തിനകത്ത്, സഭായോഗത്തിനകത്ത് എന്തെങ്കിലും വിഷയം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ എംപററിന് എഴുതിയത് ഇപ്രകാരമാണ്: അവരിൽ ഒരു തെറ്റുമില്ല, അവർ മോഷ്ടിക്കുന്നില്ല, അവർ വ്യഭിചാരം ചെയ്യുന്നില്ല, ന്യായരഹിതമായ ഒന്നും അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് സെൻട്രൽ പാസ്റ്റർ അല്ല, പറഞ്ഞത് ഗവർണറാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പറയാവുന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതുന്നു എന്നൊക്കെ പറയുന്ന പോലെ വേണേൽ പറയാം. അങ്ങനെ ഒരു സാക്ഷ്യം ആർക്കുണ്ട്? ക്രൈസ്തവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ വിട്ടുപോകരുത്. പൗലോസ് പറയുന്നുണ്ട് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും കഴിക്കരുതാത്തതിനെ കുറിച്ചും നിങ്ങൾ എല്ലാവരും എന്നെ പോലായിരുന്നെങ്കിൽ നന്നായിരുന്നു.
സ്ത്രീയെ തൊടാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് വിവാഹത്തെക്കുറിച്ച്. പക്ഷേ അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഈ വരം എന്തോ കിട്ടിയിട്ടില്ല. ഏത് വരമാ? സന്യാസിത്വ വരം, അല്ലെങ്കിൽ സന്യാസിയാകാനുള്ള വരം എല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി, കുടുംബം. വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. അതിനെ മാന്യവും വിശുദ്ധവുമായിട്ട് കാണാനുള്ള ബാധ്യസ്ഥത ദൈവമക്കൾക്കുണ്ട്. അധാർമിക ബന്ധങ്ങളിലേക്ക് പോകരുത്, അശുദ്ധിയിലേക്ക് പോകരുത് എന്ന് നമ്മളെ എബ്രായ ലേഖകൻ ഓർപ്പിക്കുന്നു. അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത് തൃപ്തിയാണ്. തൃപ്തി, കണ്ടന്റ്മെന്റ്. ദ്രവ്യാഗ്രഹം ഉണ്ടാകരുത് എന്ന് പറയുന്നു. ദ ക്രിസ്ത്യൻസ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. പണത്തോടുള്ള പ്രേമം ഉണ്ടാകരുത്, സ്നേഹം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് 2 വചനഭാഗങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻ കൊട്ടേഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തേത് യോശുവ 1-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, യോശുവയോട് പറയുന്നതാണ്. സങ്കീർത്തനം 118:6 അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഇവിടെ പറയുന്നത് ഇതാണ്, ഇതിന്റെ അർത്ഥം ഇതാണ്: ദൈവമനുഷ്യന് ദൈവത്തിന്റെ സാന്നിധ്യവും സഹായവും ഉള്ളത് കൊണ്ട് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രൊവിഷൻ, കരുതലും ഉണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടുന്നതെല്ലാം അതിനകത്തുണ്ട്. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മളൊന്നിനും തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് കർത്താവ് അറിയുന്നു, അല്ലേ? നമ്മൾ യാചിക്കുന്നതിന് മുൻപേ നിന്റെ ആവശ്യം ഇന്നതെന്ന് അറിയുന്നു എന്ന് നമ്മളെക്കുറിച്ച് കർത്താവ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദ്രവ്യമോഹം, ദ്രവ്യ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകരുത്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്നതൊക്കെയും അല്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. ദൈവം അത് വിശ്വസ്തനാണ്. ദൈവം ഉപേക്ഷിക്കത്തില്ല, ദൈവം തള്ളിക്കളയുകയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ അതേ വാക്കൊന്നുകൂടെ പറയുന്നു: കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഇനി 7-8 വാക്യങ്ങൾ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇവിടെ ഓർക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വിശ്വാസത്തെ അനുകരിക്കണം. ഈ പലപ്പോഴും ഞങ്ങൾ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വന്നവരായതുകൊണ്ട് ഈ പെരുന്നാൾ നടത്തുകയും റാസ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ബന്ധുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് ഈ വാക്യം. കാര്യം ഇത് പള്ളിയിലെ അച്ഛന്മാർ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. പരിമല തിരുമേനിയുടെ പെരുന്നാൾ നടക്കുമ്പോൾ ഈ വാക്യം പറയും അവര്. കാര്യം പരിമല തിരുമേനി ഞങ്ങളെ എന്തു ചെയ്തു? വചനം പ്രസംഗിച്ച് ഞങ്ങളെ നടത്തിയ വ്യക്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഓർക്കുകയാണ് എന്നൊക്കെ പറയും. ഇതൊന്നുമല്ല ഇതിന്റെ അർത്ഥം. ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്തു വെച്ചിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതല്ല ഓർക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ ജോലിയിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് അവളുടെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പറയുന്നതല്ല ഓർക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ ഓർത്തുകൊള്ളുവിൻ, സെമിക്കോളൻ. എന്തിനാ അവരെ ഓർക്കുന്നത്? അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. അതിനാ ഓർക്കുന്നേ. അല്ലാതെ റാസ കളിച്ച് പടക്കം പൊട്ടിച്ചും ഈ മധ്യസ്ഥന്മാരെ സേവിക്കാനല്ല അവിടെ പറയുന്നത്. അവരെ ഓർക്കണം. എന്തിനാണെന്നറിയാമോ? അവരുടെ ജീവാവസാനം ഓർക്കണം. എന്തുവാ ജീവാവസാനം?
ദൈവവചനം പ്രസംഗിച്ച 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെല്ലാം ഭൂരിഭാഗം പേരും, ഞാൻ തിരുത്തി പറയട്ടെ, ഭൂരിഭാഗം പേർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു വിശ്വാസത്തിന്റെ പേരിൽ. അതവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. സ്തോത്രം. അപ്പോ അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ശുശ്രൂഷയിലേക്ക് കയറാൻ വേണ്ടി തന്നെ സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ആ ശുശ്രൂഷയുടെ നേതാവ് ചോദിച്ചു, ലീഡർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞത്, ഞാൻ സ്കൂളിന്റെ ചാപ്പലിൽ കേട്ട ഒരു മെസ്സേജാണ്. സ്കൂൾ ചാപ്പലിൽ ഞാനൊരു സന്ദേശം കേട്ടു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശുശ്രൂഷയുടെ ഡയറക്ടർ അദ്ദേഹം ആ മകനോട് ചോദിച്ചു, ആ വ്യക്തിയുടെ പ്രസംഗിച്ച ആളിന്റെ പേരറിയാമോ എന്ന് ചോദിച്ചപ്പോ ആ മകന് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല ആ പ്രസംഗിച്ച ആളുടെ പേര്. അപ്പോ ഒരു യഥാർത്ഥ നേതാവിന്റെ നടത്തുന്ന ഒരു നേതാവിന്റെ ലീഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കും. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ജനത്തെ ആകർഷിക്കുകയില്ല, യേശുവിലേക്ക് ജനത്തെ ആകർഷിക്കും. യോഹന്നാൻ സ്നാപകൻ ചെയ്തതുപോലെ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി പുറകെ വരുന്ന, അല്ലെങ്കിൽ യേശു കർത്താവിനെ ഉയർത്തി കാണിക്കും. രണ്ട്, വിശ്വാസം ജീവിച്ചു കാണിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവരുടെ ജീവാവസാനം ഓർത്ത് അനുകരിക്കണം ആ വിശ്വാസം. അവർ പ്രസംഗിക്കുന്നത് പോലെ തന്നെ അവർ ജീവിച്ചു. യേശു കർത്താവിനെ അവരുടെ സ്വഭാവം കൊണ്ട് അവർ വെളിപ്പെടുത്തി. മൂന്ന്, മരണം വരെ വിശ്വസ്തരായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. മരണം വരെ വിശ്വസ്തനായിരുന്നു. കാര്യം, വാളൊക്കെ അവസാനം നമ്മുടെ മുമ്പിൽ വെച്ച്, അപ്പോസ്തലന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ മൂർച്ച കൂട്ടുമ്പോഴും ചോദിക്കുമായിരിക്കും, ഞാനങ്ങ് ഭാവനയിൽ കാണുകയാണ്, നീ നിന്റെ വിശ്വാസം ത്യജിക്കുന്നുണ്ടോ? എന്തുവാ, വാളിന്റെ തല വെട്ടാൻ പോകുന്ന വാളിന്റെ മൂർച്ച കൂട്ടുമ്പോൾ ചോദിക്കുകയാ, നീ നിന്റെ വിശ്വാസം ത്യജിക്കുന്നുണ്ടോ? അതിന് ദൈവത്തിന്റെ വിശ്വസ്തരായ ദാസന്മാര് പറയും, ഇല്ല, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് പറയാൻ കാണിച്ചൊരു തന്റെ ഇടമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതൊന്ന് അനുകരിക്കണം. എന്തിനാ? മരിക്കാൻ പോലും മടിയില്ലാത്ത ഈ വിശ്വാസം വേണം നമ്മൾ അനുകരിക്കാൻ. പലപ്പോഴും നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ 100 ചോദ്യം ചോദിക്കും ദൈവത്തോട്, അല്ലേ? ഒരു രോഗം വന്നാൽ തന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ വന്നത്? പക്ഷെ ഇവിടെ ഓരോ മനുഷ്യനെ കൊല്ലാൻ നിൽക്കുമ്പോഴും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയല്ല. ഒന്നാലും ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിന് വേണ്ടി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ആഴമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഏറ്റവും വലിയ നേതാവ്, ലീഡർ മനുഷ്യരാരുമല്ല, യേശു കർത്താവ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. സ്തോത്രം. 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്
നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിനു പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യഥാർത്ഥ യാഗത്തെക്കുറിച്ചാണ് ഈ 9 മുതൽ 16 വരെയുള്ള വചനഭാഗത്തിനകത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ അവിടെ എഴുതിയിട്ടുണ്ട്, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. അപ്പൊ പല ടൈപ്പ് ഉപദേശങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ യഹൂദന്മാർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭക്ഷണ നിയമങ്ങളുണ്ട്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് കയറാനായിട്ട് കഴിയും. അവർ വിചാരിച്ചത് ഞങ്ങൾക്ക് ചില ഭക്ഷണം കഴിച്ചും ചിലത് കഴിക്കാതിരുന്നാൽ ദൈവത്തെ സേവിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ അങ്ങനെ ചില ഭക്ഷണങ്ങൾ കഴിക്കാതെ നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ സഭയ്ക്കകത്ത് കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് തങ്ങളെ തന്നെ പിന്നെയും യഹൂദ മതത്തിന്റെ അടിമത്തത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തു. എന്നാൽ മറുവശത്ത് ചില യവനായ ആളുകൾ ആഹാരം കഴിക്കാതെ ഇരുന്ന് തങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കും തോറും തങ്ങളുടെ ആത്മാവ് ശക്തിപ്പെടുകയാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന അങ്ങനെ ചില ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അല്ല ഒരു ദൈവമക്കൾക്ക് ചേരുന്നത് എന്ന് ഇവിടെ ലേഖകൻ പറയുകയാണ്. ഒന്ന്, ചിലത് കഴിക്കരുത് ചിലത് കഴിക്കരുത് എന്നുള്ള നിയമങ്ങളല്ല. ആഹാരം കഴിക്കാതിരിക്കുന്നത് വേറൊരു വശത്തുണ്ട്. അതൊന്നും ശരിയല്ല. പിന്നെ എന്താണ്? ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പിന്നെയും ലേഖകൻ ദൈവസഭയെ നയിക്കുകയാണ്. മഹാപാപ പരിഹാര ദിവസത്തിലെ ചില നിയമങ്ങളിലേക്കൊക്കെ പിന്നെയും ഈ ലേഖകൻ പോകുന്നുണ്ട്. ഈ കാളയുടെ ശരീരം മഹാപുരോഹിതന്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുകയും ആടിന്റെ ശരീരം ജനത്തിന്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന ആ ശരീരങ്ങൾ രണ്ടും തീ കൊണ്ട് കത്തിക്കുമായിരുന്നു, അഗ്നിക്കിരയാക്കുമായിരുന്നു. അത് പാളയത്തിന്റെ പുറത്ത് അവർ ചെയ്യുമായിരുന്നു. നഗരത്തിനകത്തല്ല, നഗരവാതിലിന്റെ പുറത്താണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 27-ാമത്തെ വാക്യം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ പാപയാഗങ്ങൾ ആരാധിക്കുന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന്റെ ഇറച്ചി കഴിക്കാൻ കഴിയില്ല. ഇവിടെ ലേഖകൻ പിന്നെയും യേശു കർത്താവിന്റെ യാഗത്തെയുമായിട്ട് പിന്നെയും സാമ്യപ്പെടുത്തുകയാണ്. നമ്മൾ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോഴും യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലേഖകൻ പറയുകയാണ്, യേശു കർത്താവ് ഇതുപോലെ ഔട്ട്സൈഡ് ദ ഗേറ്റ്, യെരുശലേം നഗരവാതിലിന്റെ പുറത്ത് ക്രൂശിക്കപ്പെട്ടു. ഈ ക്രൂശീകരണം നടന്നത് എപ്പോഴും നഗരത്തിന് പുറത്തായിരിക്കും. അപ്പൊ മനുഷ്യന്റെ പാപപരിഹാരമായ യേശു കർത്താവ് എന്ത് ചെയ്തു? നഗരവാതിലിന്റെ പുറത്ത് ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ചും കർത്താവ് ലേഖകൻ പറയുന്നത്, ഈ നിന്ന ചുമക്കാൻ നമ്മൾ എന്തായിരിക്കണം? തയ്യാറായിരിക്കണം. ഈ നിന്ന ചുമക്കാൻ, ഈ അപമാനം സഹിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പാളയത്തിന് പുറത്ത്, 13-ാമത്തെ വാക്യം, അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകണം. പാളയത്തിന് പുറത്തേക്ക് ആ നിന്ന ചുമന്നുകൊണ്ട് പോകണമെന്ന് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോ അടുത്ത കാര്യം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആധുനികമായ യാഗങ്ങളുണ്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മൃഗങ്ങളെ ഒന്നും യാഗം കഴിക്കാൻ ഇനി പറ്റേണ്ട ആവശ്യമില്ല. ഇനി ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായിട്ട് കഴിക്കുന്നത് സ്തുതി എന്ന യാഗം, അധരഫലം. പിന്നെന്താണ് രണ്ടാമത്തത്? നന്മ ചെയ്യണം.
കൂട്ടായ്മ കാണിക്കണം. ഈ വക യാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തെ, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം, അവന്റെ നാമത്തെ ഏറ്റുപറയുന്നത്. അപ്പൊ ഈ കാശ് കൊടുക്കണ്ടാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മൾ ചുമ്മാ ഈ 1000 വട്ടമൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ പേഴ്സണൽ അഭിപ്രായമാണ്. ഹൃദയത്തിൽ നിന്ന് പറയാതെ നമ്മൾ ചുമ്മാ അത് എഴുതി വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവനാമത്തിന് മഹത്വം വരുന്ന രീതിയിൽ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സ്തോത്രം പറയുമ്പോൾ അതൊരു യാഗമായിട്ട് മാറുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലുള്ള മറ്റൊരു യാഗമാണ് നന്മ ചെയ്യുന്ന യാഗം. ഇപ്പൊ നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, നീതീകരിക്കപ്പെട്ടവരാണ്. ഇനി നന്മയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെന്താ, ഈ ഒരു ഗുണവും ആർക്കും ചെയ്യേണ്ട, ഇതൊന്നും അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന യാഗം എന്ന് പറയുന്നത് നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും, ഫെലോഷിപ്പ്. അത് നമ്മൾ മറക്കരുത്. ആ വക യാഗത്തിലാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ പോകട്ടെ. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. അത്രയും പറഞ്ഞവിടെ നിർത്തട്ടെ. 17-ാമത്തെ വാക്യം തൊട്ട് 20-ാമത്തിന്റെ 1-ാമത്തെ ഭാഗം വരെ രണ്ട് കാര്യങ്ങൾ, രണ്ട് നേതാക്കന്മാരെ കുറിച്ച്, സഭാ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സഭയിൽ ഇപ്പോൾ ഉള്ള നേതാക്കന്മാരോട്, സഭയിലുള്ള ശുശ്രൂഷകന്മാരോട് എങ്ങനെയായിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അവിടെ ഒബീഡിയൻസിനെ കുറിച്ച് പറയുന്നു. അനുസരിച്ച്, ശുശ്രൂഷിക്കുന്നവർക്ക് അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. രണ്ട്, അവർ സന്തോഷത്തോടെ അവരുടെ ശുശ്രൂഷ ചെയ്യാൻ ഇടയാകണം, ദുഃഖത്തോടെ അരുത് എന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണ്? ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഒരു ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ദൈവമക്കളെ കുറിച്ച് ഭാരമുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ വിഷമിപ്പിക്കരുത് എന്ന് എഴുതിയിരിക്കുകയാണ്. അതിന് കാരണം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പല പാസ്റ്റർമാരുടെ മക്കളോടും സംസാരിക്കുമ്പോൾ അവർ കണ്ടിട്ടുള്ള ഒരുപാട് വേദനകളുണ്ട്. അവരുടെ പിതാവും മാതാവും കടന്നുപോയ വേദനകൾ. അതിൻ്റെ നിമിത്തമായിട്ട് വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറകോട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. ശുശ്രൂഷയിലേക്ക് വരാതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത്, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവമക്കൾക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിൽ, അവരുടെ സന്താപത്തിൽ, എല്ലാ കാര്യങ്ങൾക്കും, രോഗികളായിരിക്കുമ്പോൾ കാണാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. വീട്ടിലൊരു മരണമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ആദ്യോടന്തം ചെയ്യുന്നു. ഒരു വിവാഹമുണ്ടെങ്കിൽ ആദ്യോടന്തം ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അവിഭാജ്യമായ ഘടകമായി ദേവദാസന്മാർ നിൽക്കുകയും അവസാനം കണ്ണുനീരോടെ, വേദനയോടൊക്കെ ഇറങ്ങിപ്പോകുന്നത് കാണാനിടയാകുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ദൈവമക്കൾക്കത് നല്ലതല്ല. ഒരു ദൈവദാസനെ നമ്മൾ വിഷമിപ്പിക്കാൻ, അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണമില്ലാതെ ആരുടെയും ഹൃദയത്തെ നാം വേദനിപ്പിക്കാൻ പാടില്ല. അവർ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? അവരുടെ ശുശ്രൂഷ ചെയ്യാൻ ഇടയാകണം. ഇനി അവിടെ ഇല്ലാത്ത ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ, ഈ ലേഖകൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. അപ്പോ പ്രാർത്ഥന ശുശ്രൂഷകന്മാർക്ക് എന്തുകൊണ്ട്? ആവശ്യമുണ്ട്.
പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ദേവദാസന്മാരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളായിരുന്നു. അതുപോലെ തിരിച്ചും പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കും ഉണ്ട്? വിശ്വാസികൾക്കും ഉണ്ട് എന്ന് മറന്നു പോകരുത്. 20-21 വാക്യം, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് ഉള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. അപ്പോ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തികവുള്ള ഒരു ചിത്രം ഇവിടെ കാണുകയാണ്. ഒന്ന്, ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഏറ്റവും പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോഴും ആ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മുടെ മനസ്സിന് സമാധാനം തരാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അപ്പോ ദൈവത്തിന് ഒരു മനുഷ്യന്റെ അകത്ത്, അവന്റെ അകത്ത് തന്നെ സമാധാനം തരാനായിട്ട് കഴിയും. മനുഷ്യനും തമ്മിലുള്ള സമാധാനം തരാൻ കഴിയും. ഇനി മനുഷ്യനും ദൈവവും തമ്മിലുള്ള സമാധാനവും തരാനായിട്ട് കഴിയും. രണ്ട്, ദൈവം ജീവന്റെ ദൈവമാണ്, ഗോഡ് ഓഫ് ലൈഫ്. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവമാണ്, ജീവന്റെ ദൈവം. അതുകൊണ്ടാണ് നമ്മളും വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? ഉയർപ്പിക്കും. അപ്പൊ അതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അതിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് യേശു കർത്താവ് ദൈവം ആരാണ്? ജീവന്റെ ദൈവമാണ്. മൂന്ന്, യേശു കർത്താവ് ദൈവം നമുക്ക് ടാസ്കുകൾ തരിക മാത്രമല്ല, ഉത്തരവാദിത്വം തരുന്ന ദൈവം മാത്രമല്ല. നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കട്ടെ. കണ്ടോ? ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം നമ്മളെ റിസ്റ്റോർ ചെയ്യുന്നത്, യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്നതും ആരാണ്? ആ ദൈവമാണ്, സമാധാനത്തിന്റെ. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം തരിക മാത്രമല്ല, ഉത്തരവാദിത്വം നിവർത്തിക്കാനുള്ള ശക്തിയും നമുക്ക് തരുന്നത് ആരാണ്? ദൈവമാണ്. ഇതാണ് ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം. ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, ജീവന്റെ ദൈവമാണ്. ദൈവം നമ്മളെ എക്യുപ്പ് ചെയ്യുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, തന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തീകരിക്കുന്ന ദൈവം കൂടെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിനകത്ത് ജയം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ എന്ന് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവരാൻ വിശ്വസ്തനാണ്. 22 മുതൽ 25 വരെ. സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവീൻ എന്നപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. ലേഖകൻ പറഞ്ഞത് ചുരുക്കമായിട്ടാ. ചുമ്മാതൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാൻ തന്നെ 5 മാസം എടുത്തു നമുക്ക്. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരനായ തിമത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിവീൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ. ഇറ്റലിയക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടെ 20 വാക്യത്തിൽ പറയുന്നുണ്ട്, ഗ്രേറ്റ് ഷെപ്പേർഡ്, വലിയ ഇടയൻ എന്ന് യേശു കർത്താവിനെ കുറിച്ച് വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മളത് പറയാൻ വിട്ടുപോയി. എവിടെ എഴുതിയിരിക്കുന്നത് നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ഈ പൗലോസ് സാധാരണ പൗലോസ് എങ്ങും ഉപയോഗിച്ച് ഈ യേശു കർത്താവിനെ ഇടയനെന്ന് വിളിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഈ എബ്രായ ലേഖകൻ ആരാണെങ്കിലും അദ്ദേഹം ഒരു വട്ടം അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇവിടെയാണ് കാണുന്നത്. ഈ മോശയെ കുറിച്ച് ഒരു ഇതിഹാസം പറയുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത്രോവിന്റെ ആടുകളെ മരുഭൂമിയിൽ ഇങ്ങനെ നയിക്കുന്ന സമയത്ത് അതിൽ ഒരു ആട് ഇങ്ങനെ തെറ്റിപ്പോയി, ഇങ്ങനെ വാണ്ടർ ചെയ്ത് ഇങ്ങനെ അലഞ്ഞ് അങ്ങ് പോയി. മോശ പതുക്കെ ക്ഷമയോടെ അതിനെ പിന്തുടർന്ന് അതിനെ കണ്ടുപിടിച്ചപ്പോ
ഈ മൃഗം ഈ ആട് ഒരു ഒരു മലയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. ഈ മോശ അതിൻ്റെ അടുക്കൽ വന്ന് അതിനെ എടുത്ത് തൻ്റെ തോളത്ത് വെച്ചു. ഇതൊരു ഇതിഹാസമാണ്, ഇതൊരു കഥയാണ്, ചിലർ വിശ്വസിക്കുന്നതാണ്. ബൈബിളിൽ ഇതില്ല. ഇതിന്റെ കുറിവാക്യം ആരോട് ചോദിച്ചുകൊണ്ട് വരരുത്, ഇതൊരു ഇതിഹാസമാണ്. മോശ എന്നിട്ട് ഈ ആടിനോട് പറയുന്നു, ഓ നിനക്ക് ദാഹിച്ചത് കൊണ്ടാണല്ലേ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോയത് എന്ന് സമാധാനത്തോടെ പറഞ്ഞ, ദേഷ്യമൊന്നും ഇല്ലാതെ, ഇത്രയും തന്നെ കഷ്ടപ്പെടുത്തിയ ആടിനോട് ദേഷ്യമൊന്നും കാണിക്കാതെ തന്നെ ആ ആടിനെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകുകയാണ്. ഇത് കണ്ടിട്ട് ദൈവം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഒരു സാധാരണ അലഞ്ഞു തിരിയുന്ന ആടിനോട് ഇത്രയും കരുണ കാണിക്കും മോശ എങ്കിൽ എൻ്റെ ജനത്തിൻ്റെ നേതാവായിട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ മനുഷ്യനെയാണ് എന്ന് ദൈവം പറഞ്ഞതായിട്ടാണ് ഈ ഇതിഹാസം പറയുന്നത്. ഒരു ഇടയൻ എന്ന് പറയുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയനാണ്. അവരുടെ മണ്ടത്തരങ്ങളും അവരുടെ വിഡ്ഢിത്തരങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അതൊക്കെ സഹിക്കുകയും അവരെ സ്നേഹിക്കുന്നത് നിർത്താതിരിക്കുകയും ചെയ്യുന്നവനാണ് ഒരു നല്ല ഇടയൻ. അതാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. മാത്രമല്ല, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. യേശു കർത്താവ് പുതിയ ഒരു ഉടമ്പടി നമുക്ക് വേണ്ടി സ്ഥാപിച്ചു. അതാണ് യേശു കർത്താവ് ഒരു നല്ല ഇടയനാണെന്ന് പറയാനായിട്ട് കാര്യം. അവസാനമായിട്ട് ലേഖകൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രയേ ലേഖനമൊക്കെ പറഞ്ഞ് കർശനമായ ദൂതുമൊക്കെ കൈമാറി വിശ്വാസത്തിൽ അലഞ്ഞു തിരിയുന്ന ആളുകളോട് വചനമെല്ലാം കൃത്യമായി പറഞ്ഞതിന് ശേഷം ലേഖകന്റെ ഒരു ആശീർവാദമാണ്: കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ ആ കൃപ നിങ്ങളെ യഥാർത്ഥ വഴിയിൽ നടത്തട്ടെ. നിങ്ങൾ ക്ഷീണിച്ചു പോകുമ്പോൾ ആ കൃപ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ മനസ്സ് തകരുമ്പോൾ ആ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഞാനും ലേഖകനോട് ചേർന്ന് ഇത് തന്നെ പറയുന്നു: കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.